ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം ട്രാവലും പർച്ചേസിങ്ങും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. വീഡിയോ എടുപ്പും അത് പറയാൻ മറന്നു, എല്ലാം ഞാൻ തന്നെയാണ്. ഏട്ടൻ ജോലിക്ക് പോയിക്കാണ്, പിന്നെ പൊന്നു കിണർ ഗാർഡനിൽ പോയിക്കാണ്. അത് കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പോൾ സമ്മറായി തുടങ്ങുന്നതുകൊണ്ട് കുറച്ചൊക്കെ നല്ല വെയിലായി തുടങ്ങിയിട്ടാണ് ഒരു ഉച്ച സമയത്തൊക്കെ. പക്ഷെ കാലത്ത് ഭയങ്കര തണുപ്പ് തന്നെയാണ്. അപ്പോൾ ഗ്ലാസും തൊപ്പിയും മുഖ്യം ബിഗിലെ എന്നാണ് പറയുക. കാരണം എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തലവേദനയാണ് ഈ വെയിലത്ത്. പിന്നെ തലയിലെങ്ങാനും കുറച്ച് മെഴുക്കുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട വെയിലിൻ്റെ കാര്യത്തിൽ, തലവേദനയുടെ കാര്യത്തിൽ. പിന്നെ ഇവിടുത്തെ വെയിലിൽ ഗ്ലാസ് വെച്ചില്ലെങ്കിൽ കണ്ണിനും ഭയങ്കര വേദനയും പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പം അങ്ങനെ ബസ്സിൽ നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഈ സ്ഥലത്തുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ കുറേ പുതിയ ഫ്ലാറ്റ് വരുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്ത് കുറേ ഫ്ലാറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം പണീൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ പണിയുന്ന ആൾക്കാർ ആ പണിയുന്ന സ്ഥലത്ത് തന്നെയാണ് താമസിക്കുക. അതായത് വീട്ടിൽ നിന്ന് നമ്മൾ പൊതിച്ചോറൊക്കെ ആക്കിയിട്ട് പണി സ്ഥലത്ത് വരിക, അങ്ങനത്തെ പരിപാടികളല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ച കാര്യം അതാണ്. ഈ നീല സംഭവം കണ്ടോ, ഈ ഇതിലൊക്കെ അവിടുത്തെ പണിക്കാരും ഒക്കെയാണ് കേട്ടോ താമസിക്കുന്നത്. എല്ലാത്തിലും എ സിയും അവിടെ സെപ്പറേറ്റ് എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സമ്മറായതുകൊണ്ട് നല്ല ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. തണവൊക്കെ മാറാനായി കാലത്തും വൈകുന്നേരം മാത്രമാണ് നമുക്കിപ്പോൾ ഇത്തിരി തണുപ്പുള്ളത് എന്നും വിചാരിച്ച് ഉടിയൊന്നും ഇട്ടിട്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, നമ്മൾ സ്വെറ്ററൊക്കെ ഇനി വേണം. അങ്ങനെ എൻ്റെ സ്ഥലം എത്താറായി. സ്ഥലം എത്തുമ്പോൾ കണ്ടോ, ഈ സ്റ്റോപ്പ് എന്ന ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സ്റ്റോപ്പ് എത്തിയിട്ടല്ല, സ്റ്റോപ്പ് എത്തുന്നേക്കാളും കുറച്ച് മുന്നായിട്ട് തന്നെ നമ്മൾ ആ ബട്ടൺ അമർത്തണം. ചിലപ്പോൾ അങ്ങനെ സ്റ്റോപ്പുള്ള ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിർത്താണ്ട് പോവാം, അങ്ങനെയും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്തി, നിർത്തി, നമ്മൾ ഇറങ്ങി. ഇത് കണ്ടോ, കണ്ടത് നെയിൽ എക്സ്റ്റൻഷനൊക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്. ഞാൻ നോട്ടം വെച്ചിട്ട് കുറേ നാളായി, പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും എന്തോ ആ പൈസ എത്രയാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചങ്കടിപ്പാണ്. ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ പൈസ കേട്ടാൽ എനിക്ക് ആഗ്രഹം ഇല്ലാണ്ട് എവിടെയോ പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം പോകുന്നത് കോഫ്ലാൻഡിലേക്കാണ്. അപ്പോൾ ആ ഒരു സറൗണ്ടിങ്സിൽ നിറയെ ഫ്ലാറ്റുകളാണ്, വീടുകളല്ല, എന്താ പറയുക, ഒക്കെ തൊട്ട് നിൽക്കണ കുറേ ഫ്ലാറ്റുകളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പതുക്കെ നടന്ന് നമ്മുടെ കോഫ്ലാൻഡ് എത്തും. ഓരോ വഴി ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. കാരണം ഒറ്റയ്ക്ക് വരുമ്പോൾ ഇതേത് വഴിക്ക് പോയാലാണ് കോഫ്ലാൻഡ് എത്തുക എന്നുള്ളൊരു സംശയം ഭയങ്കരമായിരുന്നു. എന്നാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല, അവിടെ എത്തി. പിന്നെ ഈ എൻട്രൻസിൽ കൂടെ കടക്കാം. നമുക്ക് ഓപ്പണിങ്ങിലും, അതായത് ഫ്രണ്ടിലും ഒരു ഓപ്പണിങ് വരുന്നുണ്ട്. ഇത് ബാക്ക് സൈഡാണ്. പക്ഷേ ആദ്യം കോഫ്ലാൻഡിലല്ല പോകേണ്ടത്, എനിക്ക് ഇവിടെ ഡോക്ടർ മാക്സിൽ പോകണം. നമ്മുടെ മെഡിക്കൽ ഷോപ്പാണ് കേട്ടത്. ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പുകളൊക്കെ അതേ കണ്ട ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ കയറിയാലും നാട്ടിലൊക്കെ തന്നെ, ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര സംഭവം എന്ന് പറയാനൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊരു മെഡിക്കൽ ഷോപ്പ് പോലൊക്കെ തന്നെ. അങ്ങനെ ഞാൻ പൊന്നൂനൊരു മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ മരുന്നൊക്കെ വാങ്ങിച്ച് ആ ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ മുന്നേ ലിസ്റ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ആ മരുന്ന് വന്നപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് പോയത്. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ഞാൻ കോഫ്ലാൻഡിലേക്ക് കയറി. കോഫ്ലാൻഡിലാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള. വെജിറ്റബിൾ ഗ്രോസറി മാർക്കറ്റ് മാത്രമല്ല, അവിടെ തന്നെ പെപ്കോ, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം, അങ്ങനെ എല്ലാം ഉണ്ട്. ചെരുപ്പ്, ഡ്രസ്സ് എന്ന് വേണ്ട, ടെഡി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുവിധമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് ഓഫറൊക്കെ നോക്കി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ആകെ കൂടി ഇത്ര സാധനത്തിന് തന്നെ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ എടുത്ത് വെയിറ്റൊക്കെ നോക്കി. പിന്നെ നമുക്കതിൻ്റെ സ്ലിപ്പ് വരും. അപ്പം നമ്മൾ ആ സ്ലിപ്പ് എടുത്തിട്ട് അത് മുട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ബില്ലടിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ വെയിറ്റ് മെഷീൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മളോട് വീണ്ടും തൂക്കം നോക്കിയിട്ട് കൊണ്ടുവരാൻ പറയും. അപ്പം ഇതാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരു 4 സ്ഥലത്ത് അങ്ങോട്ട് വെജിറ്റബിൾ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ 4 മെഷീനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ തിക്കും തിരക്കും ഇല്ലാണ്ടായാലും നമുക്കിങ്ങനെ അടിക്കാം. ഇപ്പോൾ കവറില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ കവറില്ലാതെയുള്ള ഒരു ഫ്രൂട്ടിൻ്റെ ഇത് ഞെക്കിയതിട്ടോ, ആപ്പിളിൻ്റെത്. കവറുണ്ടെങ്കിലാണ് ആ കവറുള്ളത് ഞെക്കുക. ഇനി വേറെ ടൈപ്പ് കവറുണ്ട്, ഇച്ചിരി വില കൂടിയത്, അത് ഞെക്കി കഴിഞ്ഞാൽ അതിനും വില കൂട്ടിയിട്ട് ആ സംഭവമായിട്ട് ബില്ലടിച്ച് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബില്ല് വെച്ചിട്ട് ഇതാക്കിയാൽ മതി. വെറും 3 ഐറ്റമേ വാങ്ങിച്ചുള്ളൂ. ഞാൻ പിന്നെ ബില്ലടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോന്നു. പിന്നെ നമ്മുടെ ലക്ഷ്യം ഇതാ കാണുന്ന പെന്നിയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 കട എന്ന് പറയുന്നത് 3 ഒരു അടുപ്പ് കൂട്ടിയ പോലെയാണ്. അപ്പോൾ കുറച്ചൊക്കെ നല്ല രീതിയിൽ നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് അവിടെ നിന്ന് കുറച്ചല്ലേ വാങ്ങിച്ചുള്ളൂ. അങ്ങനെ നടന്ന്
പെന്നി എത്തി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേക്കിന്, പാലൊക്കെ ആൾക്കാർ 2 കണ്ടെയ്നർ വീതം ഒക്കെയാണ് കേട്ടോ എടുത്തുകൊണ്ട് പോകണത്. അതായത് എന്താ പറയുക 6, 7 ഇതൊക്കെയുള്ള ഓരോ അത്രയും കേസുകളില്ല അങ്ങനെയായിട്ട്. എനിക്ക് അത്രയൊന്നും വെയിറ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനൊരു 4, 5 അത്രയായിട്ട് എടുത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പർച്ചേസിങ്ങും കാര്യങ്ങളും എല്ലാം ഫിനിഷാക്കി. വെയിറ്റുള്ള സാധനങ്ങളും എല്ലാം ബാലൻസ് ചെയ്ത് ഞാൻ 2 കവറിലാക്കിയിട്ടോ, കാരണം 2 കയ്യിലും ഒരേ തൂക്കത്തിൽ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ പതുക്കെ വീട്ടിൽ പോയി.